2001 സെപ്റ്റംബർ 28 യൂറോപ്യൻ ആശ്രമം ജ്ഞാനദളം 325 തീവ്രവാദം കാരണവും പരിഹാരവും പൂർണ്ണമായും നാശം വിതയ്ക്കുന്നതും അവരവർക്കും ബാക്കിയുള്ളവർക്കും ദുരിതം സമ്മാനിക്കുന്നതുമായ പ്രവൃത്തിയാണ് തീവ്രവാദം. ഇത്തരമൊരു പ്രവൃത്തിയിൽ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങൾ താഴെ കൊടുക്കുന്നു. വിശ്വാസങ്ങൾ, സിദ്ധാന്തങ്ങൾ സമൂലമായി മാറ്റിമറിക്കുക, ലക്ഷ്യത്തിലേക്കെത്താനുള്ള പരിശ്രമത്തിൽ നിരാശ, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വികാരങ്ങൾ, ഹ്രസ്വവീക്ഷണവും എടുത്തുചാട്ടവും, സ്വർഗത്തെയും പുണ്യത്തെയും കുറിച്ച് സ്ഥിരീകരിക്കാൻ പറ്റാത്ത ധാരണകളിലുള്ള വിശ്വാസം, ദൈവത്തെക്കുറിച്ച് ബാലിശമായ ധാരണ. അങ്ങനെയൊരു ധാരണയിൽ ദൈവം ചിലരോട് പക്ഷഭേദം കാണിക്കുമെന്നും ചിലരോട് ദൈവത്തിന് ദേഷ്യമാണെന്നും ഉള്ള വിശ്വാസം. ഇത് ദൈവീകതയുടെ സർവജ്ഞത്വവും സർവശക്തിയും ഇല്ലാതാക്കുന്നു. തീവ്രവാദം എല്ലാവരിലും പേടികൊണ്ടുള്ള മതിഭ്രമം സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് ദാരിദ്ര്യവും ദുരിതവും വർദ്ധിപ്പിക്കുകയും ഒരു നേട്ടവുമില്ലാതെ മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ജീവിതത്തെ പിന്തുണയ്ക്കുന്ന പരിഹാരങ്ങൾക്കു പകരം തീവ്രവാദി നാശത്തെയാണ് ഉത്തരമായി കാണുന്നത്. പരിഹാരം നൽകാതെ നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ അത് തീവ്രവാദത്തിന്റെ വിത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് അറിയൂ. ഭയമില്ലായ്മ, ലക്ഷ്യത്തിനോടുള്ള പ്രതിബദ്ധത, ത്യാഗം എന്നീ ഗുണങ്ങളാണ് തീവ്രവാദിക്കുള്ളത്. നമ്മൾ അത് വിലമതിക്കണമെങ്കിലും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും നിങ്ങൾ അവരിൽ നിന്നാണ് പഠിക്കേണ്ടത്. ചില ആശയങ്ങൾക്കും ധാരണകൾക്കും ജീവനേക്കാൾ കൂടുതൽ വില കൽപ്പിക്കുക. ജീവിതത്തെക്കുറിച്ച് ഇടുങ്ങിയ മനോഭാവം ഉണ്ടാവുക. ജീവിതത്തിന്റെ വൈവിധ്യത്തെ ബഹുമാനിക്കാതിരിക്കുക. എല്ലാം മാറ്റിമറിക്കുന്നൊരു മനോനില ഉണ്ടാവുക എന്നിവയാണവ. തീവ്രവാദത്തിനുള്ള പരിഹാരം താഴെ പറയുന്നവയാണ്. ജീവിതത്തെക്കുറിച്ച് ഒരു വിശാലമായ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക. വർഗം, ജാതി, രാഷ്ട്രം എന്നിവയ്ക്കും അപ്പുറമായി ജീവന് വില കൊടുക്കുക. മാനുഷിക മൂല്യങ്ങളായ സൗഹൃദം, കാരുണ്യം, സഹകരണം, ഉയർച്ച എന്നിവയിൽ വിദ്യാഭ്യാസം നൽകുക. ബഹുമത ബഹുസാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരമൊരുക്കുക. പിരിമുറുക്കം ഇല്ലാതാക്കാനുള്ള പ്രക്രിയകൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ശാന്തവും അഹിംസാപരവുമായ വഴികളിലൂടെ ഉദാത്തമായ ലക്ഷ്യങ്ങൾ നേടാനുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. ആത്മീയമായ വളർച്ചയിലൂടെ നാശോന്മുഖമായ വാസനകൾ ഇല്ലാതാക്കുക. ചോദ്യം: തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ഹിംസ മാത്രമാണോ അവർ ചെയ്യുന്നത്? മറ്റ് സാംസ്കാരികവും ധനപരവുമായ ഹിംസയും അതിൽ ഉൾപ്പെടുമോ? ഗുരുദേവ്: ഉവ്വ്. ധനപരമായ ഹിംസയുടെ പരിഹാരം ആഗോളമായി ചിന്തിക്കൂ. പ്രാദേശികമായി വാങ്ങൂ എന്നതാണ് സാംസ്കാരികമായ ഹിംസയുടെ പരിഹാരം. നിങ്ങളുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കൂ. വേരുകൾ കൂടുതൽ ആഴത്തിലാക്കൂ. ചോദ്യം: തീവ്രവാദത്തിന്റെ അനന്തരഫലങ്ങളെ ഒരാൾ എങ്ങനെ നേരിടും? ഗുരുദേവ്: വിശ്വാസവും പ്രാർത്ഥനയും വഴി. ആപത്ത് സംഭവിക്കുമ്പോൾ കോപം അനിവാര്യമാണ്. തെറ്റായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നത് ഉറപ്പുവരുത്താൻ ജ്ഞാനം ആവശ്യമാണ്, അല്ലാതെ വൈകാരികമായ പൊട്ടിത്തെറികളല്ല. ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ട് തിരുത്താൻ പറ്റുകയില്ല. ബഹുസാംസ്കാരിക ബഹുമത വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കുക. മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആത്മീയമായ ഉയർച്ച എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. മനുഷ്യരാശിയുടെ ചെറിയൊരു വിഭാഗം പോലും അജ്ഞതയിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ ലോകം സുരക്ഷിതമല്ല. ജയ് ഗുരുദേവ്.